ഫ്രണ്ട്ലി മാച്ച്, ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ച്, അതാണ് ഇന്നത്തെ ടോപ്പിക്. ഇംഗ്ലണ്ട് വേഴ്സസ് ഉറുഗ്വായ്. ഞാൻ ഇംഗ്ലണ്ടിൽ നിന്ന് ഇങ്ങനെ ഒരു കളി ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഇംഗ്ലണ്ടിൽ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലൻ പ്ലെയേഴ്സാണ്. പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു പതിഞ്ഞ കളി പ്രതീക്ഷിച്ചിട്ടില്ല. മിസ് പാസുകൾ, അവർക്ക് ഓടിക്കാൻ പറ്റുന്നില്ല. പിന്നെ മുന്നേറ്റ നിരയിലെത്തുമ്പോൾ അവർക്ക് ഉണ്ടാകുന്നൊരു കൺഫ്യൂഷൻ, ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അത് കാരണം കൊണ്ട് എനിക്ക് എന്തായാലും ഇംഗ്ലണ്ട് കളി വലിയ ഇഷ്ടപ്പെട്ടില്ല. ഉറുഗ്വായ് ഓക്കെ നല്ലോണം ഡിഫെൻഡ് ചെയ്തു. 1-1 സമനിലയാണ്, അത് പറയണല്ലോ. ഇത് ഇംഗ്ലണ്ട് തോറ്റ പോലെ തന്നെയാണ്. ഒരു വേൾഡ് കപ്പിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു മോശം റിസൾട്ട് തന്നെയാണ്. വെംബ്ലിയിലാണ്, സ്വന്തം കാണികൾക്ക് മുന്നിലാണ് കളി. എന്നിട്ട് പോലും അവർ 1-1 സമനില വഴങ്ങി. മോശം പെർഫോമൻസ് എന്നേ ഞാൻ പറയുള്ളൂ. സ്വന്തം കാണികൾക്ക് മുന്നിൽ വെംബ്ലിയിൽ വെച്ചിട്ട് മത്സരം നടക്കുമ്പോൾ മാക്സിമം ജയിക്കുക എന്നുള്ള ലെവലാണ് എല്ലാ ടീമും നോക്കുള്ളൂ. വേൾഡ് കപ്പിന് വേണ്ടി ഒരു മുന്നൊരുക്കം ലെവലിൽ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിൻ്റെ നിരയിൽ നോക്കുമ്പോൾ ഹാരി കെയ്ൻ ഉണ്ടായിരുന്നില്ല, ജൂഡ് ബെല്ലിംഗഹാം ഉണ്ടായിരുന്നില്ല, ബുക്കായോ സാക്ക ഉണ്ടായിരുന്നില്ല, പ്രധാനപ്പെട്ട താരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാൽ പോലും അവരുടെ സ്ക്വാഡ് സ്ട്രെങ്ത് എടുത്ത് നോക്കുമ്പോൾ വളരെ എമണ്ടനാണ്. കാരണം പ്രീമിയർ ലീഗിൽ കളിക്കുന്ന വമ്പൻ പ്ലെയേഴ്സൊക്കെ അവരിലുണ്ട്. എന്നിട്ട് പോലും അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. ഡെക്ലൻ റൈസ് ആഴ്സണലിൻ്റെ, പിന്നെ മുന്നേറ്റ നിരയിൽ കാൽവിൻ്റെ കളി നമുക്കറിയാം. പ്രീമിയർ ലീഗിൽ ഉള്ള കളിക്കാരനാണ് കാൽവിൻ. പിന്നെ കാൽവിൻ ഏത് ക്ലബിന് വേണ്ടി കളിക്കാൻ എനിക്കറിയാം, അത് വിട്ടുപോയി. അത് ഞാൻ ഇൻ ബിറ്റ്വീൻ ഓർമ്മ അത് പറയാം. പിന്നെ വരുന്നത് ഫോഡൻ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ. അങ്ങനെ എത്രയോ ക്വാളിറ്റി പ്ലെയേഴ്സ് അവരുടെ ഭാഗത്തു നിന്നുണ്ട്. നമ്മുടെ ചെൽസിയുടെ ഈ സെലിബ്രേഷൻ ചെയ്യണ ചങ്ങായി, അങ്ങനെ എത്രയോ ക്വാളിറ്റി പ്ലെയേഴ്സ് സ്റ്റിൽ അവരിലുണ്ട്. ശരിയാണ്, ജൂഡ് ബെല്ലിംഗഹാം ഇല്ല, പിന്നെ ഹാരി കെയ്ൻ ഇല്ല, ബുക്കായോ സാക്ക ഇല്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ അല്ലാതെ കോൾ പാമർ, പിന്നെ ബോവൻ, വെസ്റ്റ് ഹാമിൻ്റെ ബോവൻ വളരെ നല്ല പ്ലെയറാണ്. ചെൽസിയുടെ പാമർ, നമ്മുടെ വെസ്റ്റ് ഹാമിൻ്റെ ബോവൻ, കാൽവിൻ, ഫോഡൻ, മാഞ്ചസ്റ്റർ ഫോഡൻ, ഡെക്ലൻ റൈസ്, ഇമാതിരി കളിക്കാരൊക്കെ ഡിഫൻസിൽ. പിന്നെ ഓൾറെഡി മഗ്വയർ ആ ടീമൊക്കെ ഉണ്ട്. അപ്പോൾ ഇമാതിരി കളിക്കാരൊക്കെ ഉണ്ടായിട്ട് പോലും അവർക്ക് 1-1 സമനില എന്ന് പറഞ്ഞാൽ തോറ്റ പോലെ തന്നെയാണ്. വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു. എന്തായാലും അവർ ബെൻ വൈറ്റിലൂടെ 82-ാം മിനിറ്റിൽ ഒരു ഗോള് അടിച്ചു. അതെങ്ങനെയൊക്കെയോ കാലുമേ തട്ടി ഇങ്ങോട്ട് പോയി ഗോൾ അടിച്ചു. എന്നിട്ട് ആ ഗോൾ പോയി ഡിഫെൻഡ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടില്ല. 94-ാം മിനിറ്റിൽ ബോക്സിൽ വീഴ്ത്തിയതിനെ കിട്ടിയ പെനാൽറ്റി നമ്മുടെ റയൽ മാഡ്രിഡിൻ്റെ താരം ഫെഡറിക്കോ വാൽവെർദെ പെനാൽറ്റിയിലൂടെ ഗോളാക്കി മാറ്റി 1-1 സമനിലയാക്കി. വളരെ മോശം പെർഫോമൻസ് എന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ഈവൻ ഉറുഗ്വായ് എടുത്ത് പറയത്തക്ക താരങ്ങളായിട്ട് മെയിൻ സ്ട്രീം താരങ്ങളാക്കി കൂടി 1-2-3 പേരേ ഉള്ളൂ. ഒന്ന് വാൽവെർദെ, റയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കുന്നു, കാർത്ത യുണൈറ്റഡിന് വേണ്ടി കളിക്കുന്നു. പിന്നെ ന്യൂനസ് ലിവർപൂളിലായിരുന്നു, പിന്നെ ലിവർപൂൾ വിട്ടു. അപ്പോൾ അങ്ങനെ ഒരു മെയിൻ സ്ട്രീം പറയുന്ന കുറച്ച് കളിക്കാർ മാത്രമേ അവരിലുള്ളൂ. എന്നിട്ട് പോലും അവർ കിഡിലൻ ടീമായ പിന്നെ ആൾക്കാരായ ഇംഗ്ലണ്ടിനെ വരിഞ്ഞു മുറുക്കി എന്ന് പറയുമ്പോൾ ദാറ്റ്സ് റിയലി ഇൻക്രെഡിബിൾ. നല്ല ഡിഫൻസായിരുന്നു കേട്ടോ ഉറുഗ്വായുടെ, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ എന്തായാലും മോശപ്പെട്ടൊരു പെർഫോമൻസാണ് ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത്. ഇനി അങ്ങനെ ഇവർ തുടങ്ങുക അടുത്ത വാമപ്പ് നല്ല ഫ്രണ്ട്ലി ജപ്പാനായിട്ടെങ്കിൽ അവരൊരു ക്വാളിറ്റി ഫുട്ബോൾ കളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.